നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിലെ ആദ്യകാല പത്രങ്ങളെ പരിചയപ്പെടുത്തിയാണ്. ആരംഭിച്ച വർഷവും പ്രസിദ്ധീകരിച്ച സ്ഥലവുമാണ് പറയുന്നത്. മലയാള പഞ്ചാംഗം എന്നൊരു പത്രം 1846 മുതൽ 47 വരെ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നുവെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ കോപ്പിയൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് രാജ്യ സമാചാരമാണ് പൊതുവെ ആദ്യത്തെ മലയാള പത്രമായി കണക്കാക്കുന്നത്. 1847 ഇല്ലിക്കുന്ന് തലശ്ശേരിയിൽ നിന്നാണത് പ്രസിദ്ധീകരിച്ചത്. പശ്ചിമോദയം 1847 നെട്ടൂർ എന്ന സ്ഥലത്താണത് പ്രസിദ്ധീകരിച്ചിരുന്നത്. ജ്ഞാനനിക്ഷേപം 1848 കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. വിദ്യാസംഗ്രഹം ജോർജ് മാത്തൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണം എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പശ്ചിമ താരക 1864 കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. സന്ദിഷ്ടവാദി 1867 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. 1867 തന്നെയാണ് സത്യകാഹളനാദം എന്ന പത്രം കൂനമ്മാവ്, കൊച്ചിയിലെ കൂനമ്മാവിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. 1881 കേരളമിത്രം കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് ദേവ്ജി ഭീംജിയുടെ ഉടമസ്ഥയിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ആദ്യത്തെ പത്രാധിപരി. ഇതൊരു മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വൃത്താന്തപത്രം എന്നൊരു വിശേഷണവും കൂടി കേരള മിത്രത്തിനുണ്ട്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിലെ പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.